പാകിസ്ഥാനിൽ നിന്ന് ഒരു കൂട്ടപ്പലായന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 വർഷത്തിനിടെ പാകിസ്ഥാനിൽ നിന്ന് ആയിരക്കണക്കിന് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണ് പലായനം ചെയ്തത്. കൂടാതെ അക്കൗണ്ടന്റുകൾ, മറ്റു പ്രമുഖ തൊഴിൽ സ്ഥാപനങ്ങളിലുള്ളവർ എന്നിവർ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിനാൽ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രതിഭാ പലായനം അടുത്ത കാലത്ത് വർദ്ധിച്ചതായി വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും വർദ്ധിക്കുന്നതിനിടെയാണ് മറ്റു രാജ്യങ്ങളിലേക്കുള്ള പാക് പൗരരുടെ കുടിയേറ്റത്തിൽ രാജ്യത്ത് വർധനവുണ്ടാകുന്നത്. കഴിഞ്ഞ 2 കൊല്ലത്തിനിടെ 5000 ഡോക്ടർമാരും 11,000 എഞ്ചിനീയർമാരും 13,000 അക്കൗണ്ടന്റുകളും പാകിസ്ഥാൻ വിട്ടതായി അടുത്തിടെയുള്ള ഒരു സർക്കാർ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ഈ കൂട്ടപ്പലായനത്തെ ബ്രെയിൻ ഗെയിൻ എന്ന് വിശേഷിപ്പിച്ച പാക് സൈനിക മേധാവി അസിം മുനീർ വൻതോതിലുള്ള പരിഹാസവും ഇതിനിടെ വിമർശനങ്ങളും നേരിടുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥ നന്നാക്കാൻ രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ശരിയാക്കുകയാണ് ആവശ്യമെന്ന് മുൻ പാക് സെനറ്റർ മുസ്തഫ നവാസ് ഖോഖർ അഭിപ്രായപ്പെട്ടു. 2024 7,27,381 പാകിസ്ഥാനികൾ വിദേശ തൊഴിലിനായി രജിസ്റ്റർ ചെയ്തു. ഈ വർഷം നവംബർ വരെ 6,87,246 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ വേതനം നേടുന്ന തൊഴിലാളികളിലേക്കോ വിദേശത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന തൊഴിലന്വേഷകരിലേക്കോ ഈ പലായനം ഒതുങ്ങുന്നില്ല എന്നതാണ് ആശങ്കയുളവാക്കുന്ന മറ്റൊരു പ്രധാന കാര്യം. ആരോഗ്യ മേഖലയെയാണ് പലായനം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. 2011 - 24 ഇടയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നഴ്സുമാരുടെ കുടിയേറ്റത്തിൽ വൻ വർധനവാണുണ്ടായത്. എക്സ്പ്രസ് ട്രിബ്യൂണിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ പ്രവണത ഇക്കൊല്ലവും തുടരുകയാണ്. വൈറ്റ് കോളർ പ്രൊഫഷണലുകളുടെ പലായനം വർദ്ധിച്ചതോടെ ഷഹബാസ് ഷെരീഫ് സർക്കാർ വിമാനത്താവളങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. 2025 പാക് വിമാനത്താവളങ്ങളിൽ നിന്ന് 66,154 യാത്രക്കാരാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് ഇരട്ടിയാണ്. അതേസമയം ഭിക്ഷാടനത്തിനും നിയമവിരുദ്ധ കുടിയേറ്റത്തിനുമായി 10,000-കണക്കിന് പാകിസ്ഥാനികളെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും നാട് കടത്തുകയും ചെയ്തു. അതിനിടെ വിദേശ കുടിയേറ്റത്തെ ബ്രെയിൻ ഡ്രെയിൻ എന്നതിനു പകരം ബ്രെയിൻ ഗെയിൻ എന്ന് വിശേഷിപ്പിച്ച അസിം മുനീറിന്റെ പരാമർശം സാമൂഹിക മാധ്യമ ഉപഭോക്താക്കളുടെ വലിയ പ്രതിഷേധത്തിനും പരിഹാസത്തിനും വിധേയമാകുകയാണ്. US-ൽ പ്രവാസികളെ അഭിസംബോധന ചെയ്തുള്ള ഒരു പ്രസംഗത്തിനിടയിലാണ് അസിം മുനീർ ഈ പരാമർശം നടത്തിയത്. മാനസിക നില തകരാറുള്ള ഒരാളുടെ അഭിപ്രായത്തിൽ ഇതൊരു ബ്രെയിൻ ഗെയിൻ ആണ്. ഒരു ഉപഭോക്താവ് എക്സ്പോസ്റ്റിൽ ഇങ്ങനെയാണ് പരിഹസിച്ചത്. നിരവധി പേരാണ് അസിം മുനീറിനെ പരിഹസിച്ച് രംഗത്തെത്തിയിട്ടുമുള്ളത്. സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേടുന്ന പാകിസ്ഥാന് താങ്ങായി $700 മില്യൺ ധനസഹായത്തിന് ലോകബാങ്കും അംഗീകാരം നൽകിയിരുന്നു. രാജ്യത്തിന്റെ മാക്രോ എക്കണോമിക് സ്ഥിരത ഉറപ്പാക്കാനും സേവന വിതരണം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള മൾട്ടി ഇയർ പദ്ധതിയുടെ ഭാഗമായാണ് ഈ തുക അനുവദിച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ഭരണപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുമായി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് $73 കോടി ഏകദേശം 6,550 കോടി ഇന്ത്യൻ രൂപ ധനസഹായം നൽകുമെന്നും അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ പാകിസ്ഥാനും ADBയും ഒപ്പുവെച്ചിട്ടുമുണ്ട്. എക്കണോമിക് അഫയേഴ്സ് ഡിവിഷൻ സെക്രട്ടറി മുഹമ്മദ് ഹുമൈർ കരീമും ADB കൺട്രി ഡയറക്ടർ എമ്മ ഫാനുമാണ് കരാറുകളിൽ ഒപ്പിട്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.